മോഹൻ വർഗീസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങൾക്കായാണ് താങ്കളെ വിളിച്ചതെങ്കിലും രാജ്യത്ത് മറ്റൊരു മോശം സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ ഇറാൻ സംഘർഷം നീങ്ങുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. ഫോർദോയെ വീണ്ടും ലക്ഷ്യമിടുന്നു ഇസ്രായേൽ എന്ന സാഹചര്യം വരുന്നു. നമുക്കറിയാം, കടലിടുക്ക് അടയ്ക്കും എന്നതുൾപ്പെടെയുള്ള ശക്തമായ നടപടികളിലേക്ക് ഇറാൻ നീങ്ങുമെന്ന ഒരു ഭീതിതമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് തുടർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. രേണുക, വളരെ ഒരുപക്ഷെ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ അവലോകനത്തിൻ്റെ മധ്യത്തിലാണ് ഇത്രയും നിർണായകമായ ഒരു വാർത്ത പുറത്തു വരുന്നത്. 10ാം ദിവസം ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിൻ്റെ 10ാം നാൾ അമേരിക്ക അതിശക്തമായി രംഗത്ത് വരികയും അതൊരു നിർണായക വഴിത്തിരിവാകുകയും ചെയ്യുമ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളുടെ തോത് തൽക്കാലത്തേക്കെങ്കിലും കുറയും എന്ന പ്രതീക്ഷ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഫോർദോ ആണവ നിലയത്തിലേക്ക് അതിശക്തമായ ആക്രമണമാണ് ഇപ്രാവശ്യം എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ആക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. ആ എയർക്രാഫ്റ്റുകളെല്ലാം തിരിച്ചെത്തിയതായി ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ ഇറാൻ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിരുന്നത് ഇറാൻ്റെ വ്യോമ അതിർത്തിയിൽ പ്രവേശിക്കാതെ അതിന് അപ്പുറത്ത് നിന്നുകൊണ്ട് ഇറാഖിൻ്റെ പ്രദേശത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ സിറിയയുടെ പ്രദേശത്ത് നിന്നുകൊണ്ട് ഇറാനിലേക്ക് ഈ മിസൈലുകൾ പായിച്ചു എന്ന രീതിയിലാണ്. പക്ഷേ ഇന്ന് കുറച്ചുകൂടി വ്യക്തമാവുകയാണ്, ഇറാൻ്റെ എയർ സ്പേസിൽ പ്രവേശിച്ച് ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ ബോംബ് വർഷം നടത്തിയിരിക്കുന്നു. അമേരിക്കൻ ആക്രമണത്തിൽ ഏതാണ്ട് ഭാഗികമായോ പാതിവെടിയിലോ തകർന്ന ഫോർദോ ആണവ നിലയം, ഒരുപക്ഷെ ഏറ്റവും അധികം ബങ്കർ ബസ്റ്റർ ബോംബുകൾ പതിച്ച ഇടവും ഫോർദോയാണ്. 19ഓളം വിവിധ ബോംബുകൾ പ്രയോഗിച്ചതിൽ ഏതാണ്ട് പകുതിയിലധികവും പ്രയോഗിച്ചത് ഒരൊറ്റ കേന്ദ്രത്തിലാണ്. അതാണ് ഏറ്റവും ആഴത്തിൽ ആണവ സെൻട്രിഫ്യൂജുകൾ ഉള്ള ഇടമാണ്. 60 മീറ്ററിൽ അധികം ആഴത്തിലുള്ള നിലയമാണ്. അത് ഏതാണ്ട് ഭാഗികമായിട്ടെങ്കിലും അമേരിക്കൻ ആക്രമണത്തിൽ തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതാനും വർഷത്തേക്ക് ഒരുപക്ഷെ ഇറാൻ്റെ ആണവ പദ്ധതി, പ്രത്യേകിച്ച് ഫോർദോ കേന്ദ്രീകരിച്ച ഒരു ആണവ പദ്ധതിയെ ഒരുപക്ഷെ ഡിലേ ചെയ്യാൻ ഈ ആക്രമണത്തിന് കഴിയുന്നു എന്നതാണ് പൊതു നിരീക്ഷണം. അതോടൊപ്പം തന്നെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ, അപ്രോച്ച് റോഡുകൾ, പാലങ്ങൾ, അവിടെ എത്തിപ്പറ്റാനുള്ള സൗകര്യങ്ങൾ, ആ പ്രമിസസിന് ചുറ്റുമുള്ള കേന്ദ്രങ്ങൾ, ഇവയെല്ലാം തന്നെ ഏറിയൽ ബോംബാർഡ്മെൻറ്റിന് വിധേയമാകുന്ന കാഴ്ച കണ്ടു. അതുകൊണ്ട് അമേരിക്കയോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഇസ്രായേൽ യുദ്ധം കടുപ്പിക്കുന്ന ഒരു രംഗം കാണുന്നു. അതുകൊണ്ട് നിശ്ചയിച്ചുറപ്പിച്ച ലക്ഷ്യമാണ് ഇറാൻ്റെ ആണവ പദ്ധതിയിൽ നിന്നും പൂർണ്ണമായി ഇറാനെ പിന്തിരിപ്പിക്കുക. അങ്ങനെ സാധിക്കുമെങ്കിൽ ഒരു കരാർ ഒപ്പുവെക്കുക. അതുക്കും മേലെ ഭരണമാറ്റം തന്നെ, റെജീം ചേഞ്ച് തന്നെ സാധിക്കുമെങ്കിൽ കൊണ്ടുവരിക. ഇതെല്ലാം ഇസ്രായേലിൻ്റെ ലക്ഷ്യങ്ങളിൽപ്പെടുന്ന കാര്യമാണ്. അത് ഓരോ ദിവസവും ആ ലക്ഷ്യം കൃത്യമായി തങ്ങൾ പെർസ്യൂ ചെയ്യുകയാണ്. ഒരു നീക്കുപോക്കിനും ഇല്ല എന്ന സൂചന നൽകുന്ന ഇസ്രായേലിലേക്കാണ്. അത് മാത്രമല്ല, ഇന്നത്തെ ദിവസം തകൃതിയായ നയതന്ത്ര ബന്ധങ്ങളുള്ള ഒരു ദിവസമാണ്, നയതന്ത്ര നീക്കങ്ങൾ നടക്കുന്ന ദിവസമാണ്. UN സുരക്ഷാ കൗൺസിലിൻ്റെ യോഗം അല്പസമയത്തിനുള്ളിൽ നടക്കാനിരിക്കുന്നു. അതുപോലെ മറ്റ് സമിതികൾ ഇന്ന് യോഗം ചേരുന്നു. അതുപോലെ അറബ് ലീഗിൻ്റെ സമ്മേളനം തുടരുന്നു എന്ന് വേണ്ട ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വിഷയം രമ്യമായി പരിഹരിക്കുന്നതിനുള്ള ആലോചനകളിലാണ്. അപ്പോഴും ഒരു വെടിനിർത്തലിൻ്റെ യാതൊരു സാധ്യതയും കാണാത്ത രീതിയിൽ രണ്ട് പക്ഷത്തും, ഇറാൻ്റെ പക്ഷത്തു നിന്ന് ഇസ്രായേലിനെതിരെയും ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നത് തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. തീർച്ചയായും എന്തായാലും വലിയ നിലയിലുള്ള ആക്രമണമാണ് ഇന്ന് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നതാണ് മനസ്സിലാകുന്നത്. പലയിടങ്ങളിൽ ആക്രമണം നടന്നതിന്റെ വിവരങ്ങൾ വരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഫോർദോ വീണ്ടും ലക്ഷ്യമിട്ടിരിക്കുന്നു എന്നത് തന്നെയാണ്. അതേസമയം തന്നെ ഇറാന്റെ പ്രത്യാക്രമണം ഇസ്രായേലിലേക്ക് നടന്നിട്ടുണ്ട് എന്ന വിവരങ്ങൾ തരുന്നു. പലതവണ ഇസ്രായേലിലെ പല ഭാഗങ്ങളിലും സൈറണുകൾ മുഴങ്ങിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് വരുന്നത്.